കഴിഞ്ഞൊരു 40-45 വർഷത്തോളം CPM-ൻ്റെ കുത്തകയായിരുന്ന വാർഡാണ് നെടുങ്കാട്. ആ നെടുങ്കാട് വാർഡിനെ അജിത്ത് ആണ് ആദ്യമായിട്ട് കാവിക്കൊടിയുടെ കീഴിലോട്ടാക്കിയത്. അജിത്തിൻ്റെ ഈ രാഷ്ട്രീയത്തിനപ്പുറമുള്ള എല്ലാവരുമായിട്ടുള്ള സൗഹൃദവും ഒരു ജനകീയൻ എന്നുള്ള ഒരു മുഖച്ഛായമാണ് അജിത്തിന് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഈ വാർഡിലേക്ക് കടന്നു വരാൻ സാധിച്ചത്. വന്നതിന് ശേഷം കഴിഞ്ഞ് 3.5 വർഷമായി. ഈ 3.5 വർഷം കൊണ്ട് ഈ വാർഡിൽ എന്തൊക്കെ വികസനങ്ങളാണ് പുതിയതായിട്ട് ഏർപ്പെടുത്താൻ പറ്റിയത്? ജനക്ഷേമകരമായ എന്തെല്ലാം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചു? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ 8.5 വർഷക്കാലം കൊണ്ട് പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനാപരമായിട്ട് കഴിഞ്ഞ 40 വർഷക്കാലം കൊണ്ട് പൊതുരംഗത്തുണ്ട് എങ്കിലും പാർലമെൻ്ററി രംഗത്ത് വരുന്നത് കഴിഞ്ഞ 8.5 വർഷങ്ങൾക്ക് മുമ്പാണ്. നമ്മൾ ഒരു സ്ഥാനത്ത് വരുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്, നമ്മൾ എത്രത്തോളം ഉയരങ്ങളിലേക്ക് എത്തുമോ അത്രത്തോളം എളിമ ഉണ്ടാകണം എന്നാണ് നമ്മളുടെ ഗുരുനാഥന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ മേയർക്ക് സംഭവിച്ചിട്ടുള്ളത് അത് വളരെ വിപരീതമാണ്. ആ ഒരു സ്ഥാനത്ത് വരുമ്പോൾ ഇതെല്ലാം എൻ്റെ കാൽക്കീഴിലാണ് എന്നുള്ളൊരു മനോഭാവം അതൊരിക്കലും ഒരു പൊതു പ്രവർത്തനത്തിൽ നിൽക്കുന്നവർക്ക്, ഒരു പാർലമെൻ്ററി രംഗത്ത് നിൽക്കുന്നവർക്ക് ഭൂഷണമല്ല എന്നുള്ളത് കൂടി ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ കൗൺസിൽ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം, നെടുങ്കാട് വാർഡിനെ സംബന്ധിച്ചിടത്തോളം 45 വർഷമല്ല 60 വർഷം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി 50 വർഷം CPM-ൻ്റെയും അതുപോലെ തന്നെ റവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി 10 വർഷം, അങ്ങനെ ഏകദേശം 60 വർഷക്കാലം ചെങ്കടിയുടെ കീഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം നഗരത്തിലെ ഒരൊറ്റ പ്രദേശമുള്ളൂ, അത് നെടുങ്കാട് വാർഡാണ്. സോമൻ സഖാവ്, സോമൻ ചേട്ടനെ പോലുള്ള മാമനെ പോലെയുള്ള ആൾക്കാർ ഇവിടെ കൗൺസിലർമാരായിട്ട് വളരെ എളിമയായിട്ട്, മുൻ മേയറായ കരുണാകരൻ സാറ് മേയറായിരുന്നു, അദ്ദേഹമൊക്കെ വളരെ എളിമയോടുകൂടി പ്രവർത്തിച്ച് അതൊക്കെ കണ്ട് വളർന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ വാർഡിലുള്ള ജനങ്ങളുടെ ക്ഷേമം, ഒരു കൗൺസിലർ എന്ന നിലയിൽ അവർക്ക് ഇവിടെ എയറോഡ്രം കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഇറങ്ങണേണ്ട സംവിധാനമുണ്ടോ, ഡാം ഉണ്ടാക്കണമെന്നോ ഒന്നുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം കൗൺസിലർ എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കണം, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ അന്വേഷിക്കുക, ജനങ്ങൾക്ക് വേണ്ട ആവശ്യമായ അവർക്ക് അർഹതപ്പെട്ട കരങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക, ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് അവർ വളരെ ചുരുക്കം ചില ആവശ്യങ്ങൾ മാത്രമേ ജനങ്ങളുള്ളൂ. ആ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോടുകൂടി അങ്ങനെ അത്തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ 8.5 വർഷക്കാലം കൊണ്ട് പാർലമെൻ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പരിമിത ഫലമായിട്ട് തന്നെയാണ് ഇവിടെ നമുക്ക് ജയിക്കുവാൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര വിരിയിക്കുവാൻ സാധിച്ചത് എന്നും ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾ എപ്പോഴും നമ്മുടെ മുകളിലാണ്, ജനങ്ങൾ നമ്മുടെ താഴെയല്ല. ഇവിടെ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ല. എന്നെ അറിയാമോ? ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ മേയറാണ്, ഇതാരെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവല്ല, ഇത് MLA ആണ് എന്നൊക്കെ ഒരു ധിക്കാരമായ സമീപനം എന്ന് ജനങ്ങൾക്ക് നേരെ എടുക്കുന്നു. അത് സർവനാശത്തിലും പോകും. അത് CPM-ന് ബാധ്യതയാകുമെന്ന് കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് കാരണം ഇത്തരം കാര്യങ്ങൾ കൂച്ചുവിലങ്ങിടുന്നത് പാർട്ടിയാണ്. ഈ കൂച്ചുവിലങ്ങിടാതെ പാർട്ടി ഇതിപ്പോൾ നമ്മൾ നോക്കൂ, ഈ സഭയ്ക്കകത്ത് തന്നെ രണ്ട് അഭിപ്രായമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇനിയിപ്പോൾ ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞാൽ ഇടവപ്പാതി വരും. ഇടവപ്പാതി വരുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കാരണം വെള്ളക്കെട്ടും ഇവിടുത്തെ ദുരന്ത പ്രദേശമായി മാറും. ആ പ്രദേശങ്ങൾക്ക് വേണ്ട അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ നേരത്തെ ചെയ്യുവാനാണ് നമ്മുടെ മഴക്കാല പൂർവ്വകാല ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക. ഈ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കേണ്ടത് ആരാണ്? ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. ആരോഗ്യ കമ്മിറ്റി ചെയർപേഴ്സൺ ഈ മാസ്റ്റർ പ്ലാൻ, മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുവാൻ വേണ്ടി അവിടെ എത്തിയിട്ടില്ല, സഭയിൽ വന്നിട്ടില്ല. ഇവർ തമ്മിൽ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സഭയ്ക്കകത്ത് നമ്മുടെ ഭരണത്തിൻ്റെ അകത്തുള്ള ആൾക്കാർക്ക് തന്നെ, ഭരണസമിതിക്ക് തന്നെ ഭിന്നതയാണ്. നോക്കൂ, ഇത്തരം കാര്യങ്ങൾ വളരെ കൂലംകുരുഷമായി ചർച്ച ചെയ്യേണ്ട ഒരു കൗൺസിലാണ്. ആ കൗൺസിലിനെ അലങ്കോലപ്പെടുത്തിയത് ആരാണ്? ഞാൻ വെല്ലുവിളിക്കുന്നു. ഒരു സഭയുടെ ചെയറിലിരുന്നു കൊണ്ട് പ്രതിപക്ഷ അംഗങ്ങളെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി പറയാണ്, ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങളത് ആ സഭാരംഗം നിങ്ങളെടുക്കുക. അവർ പറഞ്ഞു, ഞാൻ വെല്ലുവിളിക്കുന്നു. എന്താ വെല്ലുവിളിക്കുന്നത്? നമ്മുടെ കൗൺസിൽ പാർട്ടി ലീഡർ പറഞ്ഞത് ഒരു പ്രമേയം കൊണ്ടുവന്നു. പ്രമേയം നമ്മൾ DRNൽ ഒരു പ്രമേയം കൊണ്ടുവന്നു. അതായത് യദുവിനെ കുറ്റക്കാരനാണെന്ന് പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രമേയം കൊണ്ടുവന്നു. അയാൾക്കത് നടപടിയെടുക്കണമെന്നുള്ള പ്രമേയം കൊണ്ടുവന്നു. ഞാനെന്ന് ചോദിക്കുന്നത്, ആ സഭയിൽ ഞാനില്ലായിരുന്നു കേട്ടോ, അതുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആ സഭയിൽ ഞാനില്ലായിരുന്നു.
ആ പ്രമേയം അവതരിപ്പിക്കുന്നത് നമ്മുടെ ഈ നഗരസഭയ്ക്കകത്ത് ഒരു പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ ആ പ്രമേയത്തിൻ്റെ ഉള്ളടക്കം നഗരസഭയുടെ മുനിസിപ്പൽ ചട്ടമനുസരിച്ച് ആ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ വരുന്ന വിഷയങ്ങളായിരിക്കണം. ഇതാണ് യദുവിൻ്റെ വിഷയം. നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ വരുന്ന ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ഒരു വിഷയമാണ്. ആ വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് പാസാക്കി എന്ന് പത്രങ്ങളിലൊക്കെ അടുത്ത ദിവസം പത്രങ്ങളുണ്ടായിരുന്നു. പാസാക്കിയോ ഇല്ലേ എന്നുള്ളതല്ല, ഒരു ഭൂരിപക്ഷമുള്ള ഒരു ഭരണസമിതിയുടെ കൗൺസിൽ പാർട്ടി ലീഡർ ഒരു പ്രമേയം അവതരിപ്പിക്കുമ്പോൾ ആ പ്രമേയം ഇവിടെ അവതരിപ്പിക്കേണ്ടതാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? ചെയറാണ്. വ്യക്തി കേന്ദ്രീകൃതമായ ഒരു വിഷയമാണ്. അത് ഈ സഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല, അതുകൊണ്ട് അവതരിപ്പിക്കാൻ പാടില്ല എന്ന് അനുമതി നിഷേധിക്കേണ്ട മേയർ ആ പ്രമേയ അവതരണങ്ങൾ മുഴുവൻ കേട്ടോണ്ടിരുന്നു. അനുമതി നൽകി, പ്രമേയം അവതരിപ്പിക്കാനുള്ള അനുമതി നൽകി. നമ്മുടെ പാർലമെൻ്ററി പാർട്ടി ലീഡർ പറഞ്ഞതും അതാണ്. അനുമതി നൽകിയതിലാണ് നമ്മൾ പ്രതിഷേധിച്ചത്. ആ കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ, അത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞാൽ ഞാൻ വെല്ലുവിളിക്കുന്നു, പ്രമേയം പാസ്സാക്കിയിട്ടില്ല. പ്രമേയം പാസ്സാക്കുകയോ ഒരു ഭരണസമിതിയുടെ ഭൂരിപക്ഷമുള്ള അംഗങ്ങളുള്ള ഒരു പാർട്ടിയിൽപ്പെട്ട ഒരു പാർലമെൻ്ററി പാർട്ടി ലീഡർ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ആ അവതരിപ്പിക്കുന്ന വിഷയം നമ്മുടെ നഗരസഭയുടെ പരിധിയിൽ ഉള്ളതാണോ, അത് അവതരിപ്പിക്കാൻ പാടുള്ളതാണോ എന്ന് വ്യക്തമാക്കേണ്ടതും അതിൻ്റെ അനുമതി കൊടുക്കേണ്ടതും ചെയർ നോക്കിക്കൊണ്ട് അത് രസിച്ചിരുന്നതല്ലാതെ നിഷേധിക്കുവാനോ ഒന്നും തയ്യാറായിട്ടില്ല. ഇതാണ് BJP അന്ന് അതിനെ ശക്തമായി പറഞ്ഞതിനെയാണ് വെല്ലുവിളിക്കുന്നു എന്നുള്ള സ്വരത്തിൽ കൂടി സഭയിലും 299 കൗൺസിലർമാരുടെ മുന്നിൽ വെച്ച് ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് പറയുന്നത് ഒരു മേയർക്ക് ഭൂഷണമാണോ? ആ ചെയറിലിരിക്കുന്നവർക്ക് ഭൂഷണമാണ്. എത്രയോ പ്രായം ചെന്ന ആൾക്കാർ ഫ്രണ്ടിലിരിക്കുന്നു. 99 കൗൺസിലർമാർ, ഇവരെക്കാട്ടി എല്ലാവരും പ്രായം കൂടിയവരാണ് ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ സമാധാനപരമായി കാര്യത്തെ വിശദീകരിക്കുകയല്ലേ വേണ്ടത്. ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ അനുമതി കൊടുത്തത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ഡ്രൈവർ വിഷയത്തിൽ തന്നെ ഒരു ചെറിയ മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതിപ്പോൾ എന്തുമാത്രം പാർട്ടിക്ക് നാണക്കേടായി, അവർക്ക് വ്യക്തിപരമായി എന്തുമാത്രം ഈ പറയുന്ന മേയർ എന്നുള്ള നിലയിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തുമാത്രം പ്രശ്നമുണ്ടായി. അത് അവർ ഒരു ചെറിയൊരു മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണ്. ഞാനിപ്പോഴും പറയുന്നതാണ്, മേയർ പൂർണ്ണമായും തെറ്റുകൾ ഏറ്റെടുത്തുകൊണ്ട് ഈ ചെയ്തത് തെറ്റാണ്, പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ. പക്ഷേ ഈ വീണടത്ത് കിടന്ന് ഉരുളുന്ന ഈ സമീപനമുണ്ടല്ലോ, ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ്, ഞാൻ ചെയ്തതെല്ലാം ശരിയാണ്, അതുകൊണ്ട് ഞാൻ ഇനിയും ചെയ്യും എന്നുള്ള ഒരു ധിക്കാരപൂർവമായ ആ വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകൾ അവർ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് മാത്രമല്ല പാർട്ടിയുടെ ചുമതലപ്പെട്ട CPM-ന് ഇതൊരു ബാധ്യതയായി മാറും. സംശയം വേണ്ട, ഇതൊരു ബാധ്യതയായി. മേയറുടെ ധിക്കാരപരമായ ഈ നടപടികളിൽ ഇനി BJP പ്രതിഷേധം എങ്ങനെയാണ് ശക്തിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണ് അടുത്ത കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കൂടെ വലിയ നാളുകളൊന്നുമില്ല. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഈ മേയറുടെ ഈ നടപടിയെ സംബന്ധിച്ച്, മേയറുടെ മാത്രമല്ല ഞങ്ങൾ കൊടുക്കുന്ന CPM-നെ സംബന്ധിച്ച് ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് CPM-ആണ്. കാരണം അവർക്ക് കറവ പശുക്കളാണ് ഈ നഗരസഭ എന്ന് പറയുന്നത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ കറവ പശു എന്ന് പറയുന്നത്, അവർക്ക് സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിലെ നഗരസഭയാണ്. കാരണം LED വിഷയവുമായി ബന്ധപ്പെട്ട് അറിയാമല്ലോ, ഒരു നേതാവിൻ്റെ അളിയന് കൊടുത്തതും ആ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് LED വാങ്ങുന്നതും ബൾബ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. അഴിമതിയുടെ കാര്യം പറയണമെങ്കിൽ ഒരു വേഴവട്ടക്കാലം മുഴുവൻ പറയേണ്ടി വരും. പക്ഷെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പൊതുസമൂഹത്തോട്, പൊതുജനങ്ങളോട് ഇത്തരം കാര്യങ്ങൾ വിവരിക്കുകയും ശക്തമായ സമരപരിപാടികളുമായി നമ്മൾ തെരുവോരങ്ങളിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും തീർച്ചയായിട്ടും ഒരു ഭരണമാറ്റം ഈ തിരുവനന്തപുരം നഗരത്തിന് ഉണ്ടാകണം. ആ തിരുവനന്തപുരം നഗരത്തിലുള്ള ഭരണമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാടിൻ്റെ സമഗ്രമായ വികസനം, തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് വികസന സാധ്യതകൾ ഒട്ടനവധിയുള്ള ഒരു നഗരമാണ്.
മറ്റ് നഗരങ്ങളെ സംബന്ധിച്ച് നമ്മൾ തട്ടിച്ചു നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വികസന സാധ്യതകൾ നിരവധിയുള്ള ഒരു നഗരമാണ്. ഇതിപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, മെട്രോയുടെ സാധ്യതയും അതുപോലെ തന്നെ വിഴിഞ്ഞൻ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നമ്മുടെ എയർപോർട്ടിൻ്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ റോഡിൻ്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം സ്മാർട്ട് സിറ്റി 1200 കോടി രൂപയാണ് കഴിഞ്ഞ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1200 കോടി രൂപ 76 പ്രോജക്റ്റുകളിലായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടി ഒരു ബങ്ക് കട പോലും പ്രവൃത്തി പരിചയമില്ലാത്ത ആൾക്കാർക്ക് കൊടുത്തിട്ട് അവരെ പിന്നിൽ നടന്ന് കഴിഞ്ഞ 5 വർഷക്കാലം പിന്നോട്ട് പോയിട്ട് അവസാന നിമിഷം ഫണ്ട് ലാപ്സാകുമെന്ന് കണ്ടപ്പോഴാണ് ഈ പത്രാപ്പാടുകൾ ചെയ്യുന്നത്. ഈ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത്. ഇനിയിപ്പോൾ മഴ വരുമ്പോഴുള്ള സ്ഥിതി അത് നോക്കൂ. തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഴുവൻ റോഡുകളിലെയും പണികൾ പകുതിയാക്കിയിട്ടിരിക്കുന്നു. ഈ മാർച്ച് 31-നകത്ത് പണി തീർക്കാമെന്നാണ് മേയർ മാതൃഭൂമി ചാനലിൽ ഞാനുമായിട്ട് ഇതുപോലെ ഒരു ചർച്ച ചെയ്യുന്ന സമയത്ത് പറഞ്ഞത്. മാർച്ച് 31-നകത്ത് തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവൃത്തികളും പൂർത്തിയാക്കുമെന്ന്. മാർച്ച് കഴിഞ്ഞു, ഏപ്രിലായി, മേയായി, അടുത്ത ജൂൺ മാസം വരുന്നു, ഇടവപ്പകുതി വരുന്ന സമയത്ത് ഈ ദുരന്തം നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ദുരന്തത്തിന് പൂർണ്ണ ഉത്തരവാദി മേയർ തന്നെയാണ്. നഗരസഭയുടെ ഭരണസമിതി തന്നെയാണ്. നമ്മുടെ മന്ത്രി റിയാസ് തന്നെയാണ്. നമ്മുടെ മന്ത്രിയെ മേയർ വിളിക്കുന്ന ചേട്ട എന്നാണ്. നമ്മളൊക്കെ രാവിലെ ക്ഷേത്രങ്ങളിൽ പോകും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഗണപതി കോവിലൊക്കെ പോകും. പക്ഷേ നമ്മുടെ മേയർ ഊട്ടി പോകുന്നത് അവിടെ അല്ല. നേരം ക്ലിഫ് ഹൗസിൽ പോയി വീണയെയും കണ്ട് അതുപോലെ തന്നെ ചേട്ടനെന്ന് പറഞ്ഞുകൊള്ളുന്ന റിയാസിനെയും കണ്ട് അവരെ തൊട്ട് നമസ്കരിച്ച് അവരുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ടാണ് നേരം മേയർ ഓഫീസിൽ വരുന്നത്. ഇത് ആരോപണമാണ്. പലരും പറയുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഇവരെ ഈ പൂച്ച പാല് കുടിക്കുന്നത് മറ്റുള്ളവർ കാണില്ല എന്നാണ്. പൊതുസമൂഹം ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാമായി എന്നുള്ളൊരു ആ കുട്ടിത്തന്മാരാത്ത, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് AKG സെൻറ്ററിലെ AKG കുട്ടിയാണ് നമ്മുടെ മേയറാണ് എന്ന്. ശരിയാണ്. ആ വാദത്തിൽ ഇന്നും ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. കാരണം അത്തരം പെരുമാറ്റം നിരവധി തവണ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭരണകാലത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും തന്നെ വ്യക്തിപരമായ കാര്യത്തിലായിരുന്നാലും ശരി നമുക്ക് പരിശോധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നഗരസഭയിൽ നടന്ന നിരവധി അഴിമതി ആരോപണങ്ങൾ, ഏറ്റവും അവസാനം നടന്ന കോഴ വിവാദം, നിയമനങ്ങൾ, മൊബൈൽ മോർച്ചറി, അതുപോലെ JCBയുടെ എല്ലാ കാര്യങ്ങളായപ്പോലും അവയ്ക്കെല്ലാം ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുകയൊക്കെ അന്വേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യും. പക്ഷേ ഈ അന്വേഷണത്തിന് ശേഷം പിന്നീടൊന്നും പുറത്തേക്ക് വരാറില്ല, അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരാറില്ല, അന്വേഷണം നീണ്ടു പോവുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെങ്ങനെ പ്രതിരോധിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? നിയമപരമായിട്ടുള്ള നമ്മുടെ ഈ കാണുന്ന വിഷയങ്ങളെ സംബന്ധിച്ച്, അഴിമതിയെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടൊക്കെ ഉണ്ട്. അത് കാര്യങ്ങളെക്കുറിച്ച് വിജിലൻസിൽ നമ്മുടെ പൂജപ്പുരയിൽ ഓഫീസുണ്ട്. എൻ്റെ 2 ചെരുപ്പ് തേഞ്ഞത് ആ ഓഫീസ് കയറി ഇറങ്ങിയാണ്. കാരണം ആ വിജിലൻസ് ഓഫീസിലെ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പരാതി കൊടുക്കുന്ന സമയത്ത് വിജിലൻസ് ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ആരാണ് പറഞ്ഞത്? ഈ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പറഞ്ഞത് അജിത്തിൻ്റെ ചെരുപ്പ് തേയുന്നത് മാത്രം മിച്ചാണ്. നമ്മളിതെല്ലാം ചെന്ന് കണ്ട് അന്വേഷിച്ച് ഇതിൻ്റെ തുമ്പിലെത്തുന്ന സമയത്ത് മുകളിൽ നിന്ന് വിളി വരും. ഈ മുകളിൽ നിന്നുള്ള വിളി ഏതാണ്? പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന പട്ടികജാതി വിഷയവുമായി ബന്ധപ്പെട്ട് ആ വിഷയങ്ങൾ അതിനോട് സമാനമായ മറ്റൊരു വിഷയമുണ്ടായി. ജനറൽ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈ കുടുംബശ്രീ സ്വാശ്രയ സംഘങ്ങൾക്ക് കൊടുക്കുന്ന അനുമതി വൻ അഴിമതിയാണ് നടന്നത്. അതിൻ്റെ റെക്കോർഡ്, അതിൻ്റെ രേഖകൾ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ രേഖകളടക്കം അതിൻ്റെ തെളിവുകളടക്കം ഞാൻ വിജിലൻസ് ഓഫീസർക്ക് എത്തിച്ചു. ഇതെല്ലാം വായിച്ച് കയ്യിൽ വച്ചുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുകളിൽ നിന്നുള്ള വിളി. ഈ മുകളിൽ നിന്നുള്ള അതാണ് ഞാൻ പറഞ്ഞത്, അധികാര ദുർവിനിയോഗം മേയറുടെ പാർട്ടിയും അതുപോലെ തന്നെ മേയറും ഭരണസമിതിയും നടത്തുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ പറയുന്നു. ഇതിനൊക്കെ അന്വേഷിച്ച് തുമ്പെത്തുന്ന സമയത്ത് ആ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. നമുക്ക് പരാതി കൊടുക്കാനല്ലേ പറ്റുള്ളൂ. നമ്മൾ പരാതി കൊടുക്കേണ്ട സ്ഥലത്തെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. നിരവധി പരാതികളാണ് കൊടുത്തത്. ഇപ്പോൾ നാട്ടെ കിള്ളിയാറുമായി ബന്ധപ്പെട്ട് ഞാൻ കൊടുത്ത പരാതികൾ നിരവധിയാണ്. കിള്ളിയാറിൻ്റെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു അന്വേഷണവും കളക്ടറെ നേരിട്ട് കണ്ട് 1/2 മണിക്കൂർ സംസാരിച്ചു ആ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഒരു കാരണം എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് നടപടിയെടുക്കേണ്ട സമയത്ത് മുകളിൽ നിന്നുള്ള ഈ പറയുന്ന ഭരിക്കുന്ന ഭരണകക്ഷികളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം
ഉദ്യോഗസ്ഥർക്ക് അവർക്ക് നീതിപൂർവമായി പ്രവൃത്തി ചെയ്യാൻ, അവരുടെ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ നോക്കണേ. ഔദ്യോഗികമായ കൃത്യനിർവഹണം നടത്തിയതാണ് നമ്മുടെ മേയർ. ഡ്രൈവർ വണ്ടി ഓട്ടിച്ചിട്ട് ആ വണ്ടിയെ തീർത്തുകയാണ്. ഇതിനെന്ത് നടപടിയെടുത്തു? ആ വണ്ടി ക്ലോസ് ചെയ്തിട്ട് ആ ഡ്രൈവറിനെതിരെ എന്ത് നടപടിയെടുത്തു? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രതിയോഗികളെ അടിച്ചമർത്തുന്ന ഈ ഫാസിസ്റ്റ് നയം, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തെല്ലായിടത്തും നടത്തിക്കൊണ്ടിരുന്നതും അതുതന്നെയാണ്, ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. ഇക്കാര്യത്തിൽ അപ്പോൾ മേയറുടെ അധികാര ദുർവിനിയോഗം നടത്തിയിരിക്കുന്നു. മേയറുടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും അന്നത്തെ യാത്ര, തികച്ചും സ്വകാര്യ ആവശ്യങ്ങൾക്ക് സ്വകാര്യ കാറിൽ പോയി വന്ന ഇത്തരത്തിലുള്ള അധികാര ദുർവിനിയോഗം നടത്തിയ സ്ഥിതിക്ക് മേയർ തൽസ്ഥാനം ഒഴിയണമെന്ന് BJP ആവശ്യപ്പെടുന്നുണ്ട്. വന്ന് 1.5 മാസം കഴിയുന്നതിന് മുമ്പ് നമ്മൾ ഈ ആവശ്യം ഉന്നയിച്ചതാണ്. മേയർ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആറ്റുകാലമ്മയുടെ മുന്നിൽ നടത്തിയ ഈ അഴിമതി ഉൾക്കൊണ്ടുകൊണ്ട് രാജിവെച്ച് പുറത്തു പോകണമെന്ന് ഞാനിപ്പോൾ പറയുന്നു. രാജിവെച്ച് പോകണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ ധിക്കാരത്തിൻ്റെ ഇതിന് ജനങ്ങൾ മറുപടി കൊടുക്കും, ഉറപ്പായിട്ട് ജനങ്ങൾ മറുപടി കൊടുക്കും. ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ FIR ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഒരു പാർലമെൻ്റ് രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ രാജിവെച്ച് പുറത്തു പോകേണ്ടത് അവരുടെ മര്യാദ. BJP ഇപ്പോൾ ആവശ്യപ്പെടുന്നില്ല രാജിവെച്ച് പുറത്തു പോകണം, ഇവർ തന്നെ ഇരിക്കണം. ഇത് തിരുവനന്തപുരത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മേയറായി മാറും മേയർ ആര്യ രാജേന്ദ്രൻ. അതിൽ യാതൊരു സംശയവും വേണ്ട. ഇവരെ എഴുത്തിക്കൊണ്ട് ഒരു ദിവസം മുന്നോട്ട് പോകുന്നത് പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരും. ഓരോ നിമിഷം മേയർ ആര്യ രാജേന്ദ്രൻ ആ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം, മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഓരോ നിമിഷവും ആ ചെയറിലിരുന്നു കൊണ്ട് ഭരണം നിയന്ത്രിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കാര്യം പറയുന്നത്, പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരും തിരുവനന്തപുരത്ത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൻ്റെ പരിധിയിൽ വലിയ വില കൊടുക്കേണ്ടി വരും. തെറ്റു മനസ്സിലാക്കി ഒന്നുകിൽ ആര്യ രാജേന്ദ്രൻ സ്വയമേ പുറത്തു പോകണം, അതല്ലെങ്കിൽ പാർട്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് പാർട്ടി തീരുമാനിക്കും. പാർട്ടി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് ശരിയല്ല, പാർട്ടി ചെയ്തിടണം.